ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ക്യാൻ്റെ പ്രയോഗമാണ് കാണുന്നത്. CAN, ക്യാൻ. നമ്മുടെ ഭാഷയിൽ എനിക്ക് എഴുതാൻ കഴിയും, എനിക്ക് പാടാൻ കഴിയും, ഇങ്ങനെയൊക്കെ പറയുന്നതിന് ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത്? ക്യാൻ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ്? ഇതിന്റെ ഫോർമുലയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സബ്ജക്റ്റ് വയ്ക്കണം. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആരാണോ ചെയ്യുന്നത് അതാണ് സബ്ജക്റ്റ്. അതിലൂടെ ക്യാൻ വയ്ക്കുന്നു. പിന്നെ ബേസ് ഫോം വയ്ക്കും. വെർബിന്റെ, അതായത് ക്രിയയുടെ ബേസ് ഫോം ആണ് എന്ത്? നമ്മൾ ഡിക്ഷണറിയിൽ കാണുന്ന രൂപം. അതായത് റൈറ്റ് എന്ന് നോക്കിയാൽ എഴുതുക, സിംഗ് പാടുക, അങ്ങനെ നമ്മൾ അർത്ഥം കാണില്ലേ? അത് ബേസ് ഫോം ആണ്. വെർബിന്റെ ക്രിയയുടെ അടിസ്ഥാന രൂപം. ഇത് നമ്മുടെ തലയിൽ ശരിക്കും പതിയണം, കാരണം ഇത് വളരെ പ്രധാനപ്പെട്ടാണ് ബേസ് ഫോം. നമ്മൾ എങ്ങനെ പറയും? എനിക്ക് എഴുതാൻ കഴിയും, ഐ ക്യാൻ റൈറ്റ്, അങ്ങനെ പറയുന്നത്. എനിക്ക് ഞാൻ എഴുതാൻ കഴിയുമെന്ന് നമ്മുടെ ഭാഷയിൽ പറയാറില്ല. ഐ എന്ന് വെച്ചാൽ ഞാൻ എന്നുള്ളതാണ് അർത്ഥം. എനിക്കെന്ന് പറയുമ്പോൾ ടു മീ എന്നുള്ളതാണ്. ടു മീ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. പക്ഷെ നമ്മൾ മലയാളത്തില് എനിക്കെന്ന് പറയുള്ളൂ. എനിക്ക് വിശക്കുന്ന നമ്മുടെ ഭാഷയുടെ പ്രത്യേകതയാണ്. അപ്പൊ ഇംഗ്ലീഷിൽ ഐ ക്യാൻ റൈറ്റ് എന്ന് വെച്ചാല് എനിക്ക് എഴുതാൻ കഴിയും. ഇതാണ് വെർബ്, ക്യാൻ റൈറ്റ്. നമ്മുടെ ഭാഷയിൽ രണ്ട് വാക്കുകളുണ്ട്, എഴുതുവാൻ കഴിയും, രണ്ട് വാക്കുകളാണ്. അപ്പൊ ഇംഗ്ലീഷിൽ അതും രണ്ട് വാക്കാണ്, ക്യാൻ റൈറ്റ്. ഇപ്പൊ കഴിവിനെ കാണിക്കുന്നതാണ് അല്ലെ? ഐ ക്യാൻ റൈറ്റ്, എനിക്ക് എഴുതുവാൻ കഴിയും. ഐ ക്യാൻ സിംഗ്, എനിക്ക് പാടുവാൻ കഴിയും, അല്ലെ പാടുവാൻ സാധിക്കും, പാടുവാൻ പറ്റും, അല്ലെ? നമുക്ക് പല വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. എല്ലാം ഒരർത്ഥം തന്നെയാണ്, കഴിവിനെ കാണിക്കുന്നതാണ്. ഐ ക്യാൻ ഡു, എനിക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ നമുക്ക് ആ വാചകം കുറച്ചുകൂടി അർത്ഥമായിട്ട് തോന്നാൻ വേണ്ടിയാണ് ഇറ്റ് എന്നിട്ടിരിക്കുന്നത്. അത് ചെയ്യാൻ കഴിയും. ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കത് ചെയ്യാൻ കഴിയും. നമ്മൾ അങ്ങനെ ഇട്ടിട്ടത് ഒരു കുറെ കൂടി അർത്ഥം തോന്നാൻ വേണ്ടിയാണ്. ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കത് ചെയ്യാൻ കഴിയും. ഐ ക്യാൻ ടീച്ച്, എനിക്ക് പഠിപ്പിക്കാൻ കഴിയും. ഐ ക്യാൻ ടീച്ച്, എനിക്ക് പഠിപ്പിക്കാൻ കഴിയും. ഐ ക്യാൻ റൺ, എനിക്ക് ഓടാൻ കഴിയും. ഐ ക്യാൻ ഡാൻസ്, എനിക്ക് ഡാൻസ് ചെയ്യാൻ കഴിയും, നൃത്തം ചെയ്യാൻ കഴിയും. അല്ലെ? എല്ലാം ഒരേപോലെ തന്നെയാണ്. ഈ ക്യാൻ വെച്ചാൽ മതി. ഇനി വി എന്ന് പറയുമ്പോൾ ഞങ്ങള്, നമ്മള്, രണ്ട് വാക്കുകൾ നമുക്ക് മലയാളത്തിലുണ്ട്. അപ്പൊ വി ക്യാൻ റൈറ്റ്, നമുക്ക് എഴുതാൻ കഴിയും. വി ക്യാൻ സിംഗ്, നമുക്ക് പാടാൻ കഴിയും. വി ക്യാൻ ഡു ഇറ്റ്, നമുക്ക് അത് ചെയ്യാൻ കഴിയും. എന്ന് വെച്ചാൽ അത്. അപ്പൊ അർത്ഥം കുറെ കൂടി തോന്നാൻ വേണ്ടിയാണ് ഇറ്റെന്ന് നമ്മൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അല്ലെ വി ക്യാൻ ഡു, നമുക്ക് ചെയ്യാൻ കഴിയും എന്ന് പറയാം. പക്ഷെ അത് ചെയ്യാൻ കഴിയുന്ന പറയുമ്പോൾ കുറെ കൂടി അർത്ഥം തോന്നുന്നുണ്ടല്ലോ വാചകത്തിന്. അതിനു വേണ്ടി മാത്രമാണ് ഇറ്റ് അവിടെ ചേർത്തിരിക്കുന്നത്, നിർബന്ധമൊന്നുമില്ല കേട്ടോ. വി ക്യാൻ ടീച്ച്, നമുക്ക് പഠിപ്പിക്കാൻ കഴിയും. വി ക്യാൻ റൺ, നമുക്ക് ഓടാൻ കഴിയും. വി ക്യാൻ ഡാൻസ്, നമുക്ക് ഡാൻസ് ചെയ്യാൻ കഴിയും, ഡാൻസ് ചെയ്യാൻ സാധിക്കും, ഡാൻസ് ചെയ്യാൻ പറ്റും. ഒക്കെ വി ക്യാൻ വെച്ച് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫോർമുല ഇതാണ്, സബ്ജക്റ്റ്. ഇതൊക്കെയാണ് സബ്ജക്റ്റ്. അതിന്റെ ഇവിടെ ക്യാൻ വയ്ക്കുന്നു, വെർബിന്റെ ബേസ് ഫോം വയ്ക്കുന്നു. ഓക്കെ. യു എന്ന് പറയുമ്പോൾ നീ, നിങ്ങൾ, താങ്കൾ, അങ്ങ്, ഇതൊക്കെയുണ്ട്. യുവിന് അർത്ഥം മലയാളത്തില് യു ക്യാൻ റൈറ്റ് എന്ന് വെച്ചാല് നിനക്ക് എഴുതാൻ കഴിയും. യു ക്യാൻ സിംഗ്, നിനക്ക് പാടാൻ കഴിയും. യു ക്യാൻ ഡു ഇറ്റ്, നിനക്കത് ചെയ്യാൻ കഴിയും. യു ക്യാൻ ടീച്ച്, നിനക്ക് പഠിപ്പിക്കാൻ കഴിയും. യു ക്യാൻ റൺ, നിനക്ക് ഓടാൻ കഴിയും. യു ക്യാൻ ഡാൻസ്, നിനക്ക് ഡാൻസ് ചെയ്യാൻ കഴിയും. ഓക്കെ. ഇനി അടുത്തത് ഹീക്ക് നമുക്ക് മലയാളത്തിൽ ധാരാളം വാക്കുകളുണ്ട്. അവൻ എന്ന് പറയാം, അയാൾ എന്ന് പറയാം, അദ്ദേഹം എന്ന് പറയാം. ചില നാടുകളിലൊക്കെ, ചില സ്ഥലങ്ങളിലൊക്കെ ഓൻ എന്നൊക്കെ പറയില്ല. അതെല്ലാം ഹീ തന്നെയാണ്. അപ്പോൾ ഹീ ക്യാൻ റൈറ്റ്, അയാൾക്ക് എഴുതാൻ കഴിയും. ഹീ ക്യാൻ സിംഗ്, അവന് പാടാൻ കഴിയും, അല്ലെങ്കിൽ അയാൾക്ക് പാടാൻ കഴിയും, അല്ല അദ്ദേഹത്തിന് പാടാൻ കഴിയും. ഹീ ക്യാൻ ഡു ഇറ്റ്, അവനത് ചെയ്യാൻ കഴിയും. ഹീ ക്യാൻ ടീച്ച്, അവന് പഠിപ്പിക്കാൻ കഴിയും. ഹീ ക്യാൻ റൺ, അവന് ഓടാൻ കഴിയും. ഹീ ക്യാൻ ഡാൻസ്, അവന്
ഡാൻസ് ചെയ്യാൻ കഴിയും. ഷീ എന്ന് പറയുമ്പോൾ അവൾ അല്ലേ, സെയിം ഒരേ രീതിയിൽ ഇതൊക്കെ പറയുന്നത്, വ്യത്യാസമൊന്നും വരുന്നില്ല. ഇതെല്ലാം ഒരേപോലെ തന്നെ, സബ്ജക്റ്റ് മാത്രമേ മാറുന്നുള്ളൂ. വെർബ് എന്ന് പറയുന്നത് ഇതാ, അത് മാറ്റം വരുന്നില്ല, അതേപോലെ തന്നെ ആണ് പറയുന്നത്. ഇനി അവൾക്ക് എഴുതാൻ കഴിയും. അങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഷീ ക്യാൻ റൈറ്റ്. അവൾക്ക് ഇത് എഴുതാൻ കഴിയും, ഷീ ക്യാൻ റൈറ്റ് ദിസ്. അവൾക്ക് നോവൽ എഴുതാൻ കഴിയും, ഷീ ക്യാൻ റൈറ്റ് നോവൽ. അവൾക്ക് കഥ എഴുതാൻ കഴിയും, ഷീ ക്യാൻ റൈറ്റ് സ്റ്റോറി ഓർ സ്റ്റോറീസ്. ഷീ ക്യാൻ സിംഗ്. അവൾക്ക് പാടാൻ കഴിയും, അവൾക്ക് നന്നായി പാടാൻ കഴിയും എന്ന് പറയുമ്പോൾ ഷീ ക്യാൻ സിംഗ് വെൽ, WELL. നമ്മൾ മലയാളത്തിൽ അവൾക്ക് നന്നായി എന്ന് ഉടനെ പറയും അല്ലേ, നന്നായി പാടാൻ കഴിയും. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെ പറയില്ല, നമ്മൾ അവസാനം പറയാൻ പറ്റുള്ളൂ. ഷീ ക്യാൻ സിംഗ് വെൽ, ഷീ വെൽ ക്യാൻ സിംഗ് അങ്ങനെ പറയും. ഷീ വെൽ ക്യാൻ സിംഗ് എന്ന് പറയില്ല, ഷീ ക്യാൻ സിംഗ് വെൽ. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഇതൊക്കെ കിട്ടുള്ളൂ. ഷീ ക്യാൻ ഡു ഇറ്റ്. അവൾക്ക് അത് ചെയ്യാൻ കഴിയും. ഷീ ക്യാൻ ടീച്ച്. അവൾക്ക് പഠിപ്പിക്കാൻ കഴിയും. ഷീ ക്യാൻ റൺ. അവൾക്ക് ഓടാൻ കഴിയും. ഷീ ക്യാൻ ഡാൻസ്. അവൾക്ക് നൃത്തം ചെയ്യാൻ കഴിയും. ഇനി ദേ എന്ന് പറയുമ്പോൾ അവർ എന്ന് പറയാം, ഇവർ എന്നും പറയാം. നമ്മുടെ ഭാഷയിൽ രണ്ട് വാക്കുകളുണ്ട്, ഇംഗ്ലീഷിൽ ഒറ്റ വാക്കാണ് അതിന് ഉപയോഗിക്കുന്നത്. അപ്പോ ദേ ക്യാൻ റൈറ്റ്. അവർക്ക് എഴുതാൻ കഴിയും. ദേ ക്യാൻ സിംഗ്. അവർക്ക് പാടാൻ കഴിയും, അല്ലെങ്കിൽ ഇവർക്ക് പാടാൻ കഴിയും. ദേ ക്യാൻ ഡു ഇറ്റ്. അവർക്ക് അത് ചെയ്യാൻ കഴിയും. ദേ ക്യാൻ ടീച്ച്. അവർക്ക് പഠിപ്പിക്കാൻ കഴിയും. ദേ ക്യാൻ റൺ. അവർക്ക് ഓടാൻ കഴിയും. ദേ ക്യാൻ ഡാൻസ്. അവർക്ക് ഡാൻസ് ചെയ്യാൻ കഴിയും. അപ്പൊ ഇതാണ് ക്യാന്റെ പ്രധാന ഉപയോഗം, കഴിവിനെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്ക് ഇതിന് ഹി ഷീക്ക് പകരം നമുക്ക് രാജു, രാമു, ഗോപാൽ, ജോസഫ് എന്നൊക്കെ പറയായേ. ഷീ എന്ന് പറയുമ്പോൾ ഗീത, സീത, പേരുകൾ വേണം. സീത ക്യാൻ ഡാൻസ്. സീതയ്ക്ക് ഡാൻസ് ചെയ്യാൻ പറ്റും. സീത ക്യാൻ ടീച്ച്. സീതയ്ക്ക് പഠിപ്പിക്കാൻ പറ്റും. രാജു ക്യാൻ സിംഗ്. രാജുവിന് പാടാൻ കഴിയും. അങ്ങനെ പറയാൻ പറ്റും. അല്ലെ ദേയുടെ സ്ഥാനത്ത് നമുക്ക് കുട്ടികൾക്ക് പാടാൻ കഴിയും. ചിൽഡ്രൻ ക്യാൻ സിംഗ്. ഇത് മാറില്ല, ഇവിടെ നമുക്ക് ഏത് വേണമെങ്കിലും വയ്ക്കാം. ഓക്കെ, അപ്പൊ ക്യാന്റെ പ്രധാന ഉപയോഗമാണ് എന്ത്? എബിലിറ്റി, കഴിവിനെ കാണിക്കാൻ വേണ്ടി. അപ്പൊ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് അത് വരുള്ളൂ. കൂടുതൽ വെർബ്, ഏത് വെർബ് ഇവിടെ വയ്ക്കാം കേട്ടോ. ഐ ക്യാൻ കം, എനിക്ക് വരാൻ കഴിയും. ഐ ക്യാൻ സിറ്റ്, എനിക്ക് ഇരിക്കാൻ കഴിയും. ഐ ക്യാൻ ഗോ, എനിക്ക് പോകാൻ കഴിയും. ഐ ക്യാൻ എന്താണ് പറയാ, എനി വേർഡ്. ഓക്കെ.